എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. അതും ഉണ്ണിയപ്പച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചോക്കോ ലാവ ബൈറ്റ്സാണ് തയ്യാറാക്കുന്നത്. അപ്പം ഓവണും ബീറ്ററും ഒന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഇത് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം അറിയാമല്ലോ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്കും സപ്പോർട്ടും ചെയ്യുക. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, സമ്മാനങ്ങൾ ഉടനെ കിട്ടും. പെട്ടെന്ന് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും. അപ്പോൾ നമുക്ക് ഈ ഒരു ചോക്കോ ലാവ ബൈറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറു ചൂട് പാല് 1 കപ്പ് എടുക്കാം കേട്ടോ. അപ്പം ചെറു ചൂട് പാല് തന്നെ എടുക്കണം. 1 കപ്പിൻ്റെ അളവിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പും കുറച്ചും കൂടി സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അതേ അളവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പൊടിച്ച പഞ്ചസാര 3/4 കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതിലേക്ക് 1 സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര പൊടിയായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് മെൽറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദാമാവ്, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്യേണ്ട, ഒന്ന് അത് കലങ്ങി മിക്സായി വരണം. അപ്പോൾ ഞാൻ ഇത്തിരി കൊക്കോ പൗഡറിന് കളർ കുറവായതുകൊണ്ട് ബ്രൗൺ കളർ 1 തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചോക്ലേറ്റ് കേക്കിൻ്റെ കളർ ഇതാ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിൽ ഒന്ന് എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം ഒരു കപ്പിലേക്ക് ആ ഒരു ബാറ്റർ എടുക്കുക. അതിനുശേഷം ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒന്ന് നടുക്ക് വെച്ച് കൊടുക്കുന്നത് ചോക്ലേറ്റാണ്. ഡാർക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നമുക്ക് ഓരോന്ന് വീതം ഓരോ ഇതിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. ഡയറി മിൽക്ക് ഉണ്ടെങ്കിലും അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ച ശേഷം ചെറു തീയിൽ മൂടി വെച്ച് വേവിക്കാം. അപ്പം ചെറു തീയിൽ തന്നെ വേവിക്കണം. ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പം തിരിച്ച് പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു ടൂപ്പിക്കോ ഒരു സ്പൂണോ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ അതിനെ മൂടി വെച്ച് വേവിക്കുക കേട്ടോ. വെറും 10 മിനിറ്റ് മാത്രം മതി കേട്ടോ. ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മളിതിലേക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് നിറയെ അങ്ങോട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇനി കേക്ക് ഉണ്ടാക്കാൻ ഓവണും ബീറ്ററും ഒന്നും വേണ്ട. നിങ്ങളിതാ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തോളൂ. അപ്പോൾ ഇതുപോലത്തെ നല്ല എളുപ്പത്തിലുള്ള റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സമ്മാനങ്ങൾ നേടുക. അതുമാത്രമല്ല നല്ല നല്ല വീഡിയോസുകളും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഇതൊന്ന് ഞാൻ പൊട്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ചോക്ലേറ്റ് എല്ലാം മെൽറ്റായി വരുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.